മഹോന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മഹോന്നതങ്ങളെ വെടിഞ്ഞ് ഈ മണ്ണിലേക്ക് വന്ന മശിഹയുടെ നാമത്തിൽ ഉള്ള വന്ദനങ്ങൾ ഒരിക്കൽ കൂടെ എല്ലാ വിശുദ്ധന്മാർക്കും അറിയിക്കും. നമുക്ക് തിരുവെഴുത്തുകളിലേക്ക്, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. നാം ആ അധ്യായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അധ്യായത്തിന്റെ പേരിൽ നിന്നുമായിരുന്നു. വേദപഠിതാക്കൾ അതിന് കൊടുത്തിരിക്കുന്ന പേര് ഹല്ലേലൂയ അധ്യായം. കാരണം നമ്മൾ കണ്ടു, ആവർത്തിച്ച് 4 പ്രാവശ്യം ഹല്ലേലൂയ എന്ന ഒരു കോറസ്, ഒരു പ്രതിഗാനം നമ്മൾ കേൾക്കുന്നു. പല കൂട്ടർ ആ പാട്ട് ഏറ്റുപാടുന്നു. പുതിയ നിയമത്തിൽ ഏക പ്രസ്താവന ഹല്ലേലൂയ എന്നുള്ളത് നാം ഇവിടെയാണ് കാണുന്നത്. പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ നാം അത് ആവർത്തിച്ച് കാണുന്നുണ്ട്. 106-ാമത്തെ സങ്കീർത്തനത്തിന്റെ തുടക്കം 106 വേഴ്സ് 1. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ ഹല്ലേലൂയായുടെ വിവർത്തനമാണ്. അതുപോലെ 111, 112, 113, 117, 135 നമുക്കറിയാം. സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ മിക്കപ്പോഴും വായിക്കുന്നതാണ്. 146, 147, അതായത് 146 തൊട്ട് 150 വരെയുള്ള സങ്കീർത്തനങ്ങൾ. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഹല്ലേലൂയ എന്ന പദമാണ്. നമ്മുടെയൊക്കെ ബൈബിളുകളിൽ അത് വിവർത്തനം ചെയ്ത് യഹോവയെ സ്തുതിപ്പീൻ, പ്രൈസ് ദ ലോർഡ്. ഇംഗ്ലീഷിൽ പ്രൈസ് ദ ലോർഡ് എന്ന് കൊടുത്തിരിക്കുന്നത് LORD ക്യാപിറ്റൽ ആയിരിക്കും, അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. LORD ക്യാപിറ്റൽ ആണെങ്കിൽ, വലിയ അക്ഷരത്തിലാണ് LORD എങ്കിൽ അത് യഹോവ എന്ന് വേണം നാം വായിക്കുക. L മാത്രം ക്യാപിറ്റൽ ആണെങ്കിൽ കർത്താവ് എന്നർത്ഥം. L സ്മോൾ ലെറ്റർ ആണെങ്കിൽ കർത്താവ് അല്ലാത്ത കർത്താക്കന്മാരായില്ല. അവിടെ ജിയും എല്ലും വേദപുസ്തകത്തിലെ ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ ക്യാപിറ്റൽ ആയിരിക്കും. പലപ്പോഴും നമ്മൾ പ്രൈസ് ദി ലോർഡ് എന്ന എളുപ്പമൊക്കെ എഴുതുമ്പം എല്ലാം അങ്ങ് ചെറുതായി പോകാറുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഗോഡിന്റെ ജി ചെറുതാണെങ്കിൽ അർത്ഥം പരദൈവങ്ങളെന്ന, അതർ ഗോഡ്സ്, പരദൈവങ്ങൾ. അതുപോലെ ലോർഡിന്റെ L ചെറുതാണെങ്കിൽ സാധാരണ ലോകത്തിലെ ദൈവങ്ങൾ എന്ന അർത്ഥത്തിലുള്ളത്, വേദപുസ്തകത്തിലേതല്ല. അതൊരാവർത്തനമായിട്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ യഹോവയെ സ്തുതിപ്പീൻ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നതൊക്കെ ഹല്ലേലൂയ എന്ന ആ ഒരു പ്രത്യേക പദമാണ്. നമുക്കറിയാവുന്നതുപോലെ 103 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങളെ, Psalms 103 to 118, they are called ഹല്ലേൽ സാംസ്, ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ എന്നാണ് അവയെല്ലാം അറിയപ്പെടുന്നത്. അവിടെയെല്ലാം ഹല്ലേലൂയ എന്ന് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതാണ് നാം കാണുന്നത്. വെളിപ്പാട് 19-ന്റെ 1 ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. 19-ന്റെ 1, 19 വേഴ്സ് 1.
അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഇനി 12 വേഴ്സ് 10, 12:10. And I heard a loud voice in heaven, saying, Now the salvation and the power and the kingdom of our God and the authority of his Christ have come. For the accuser of Yeah, our enough. In both these verses, we see a loud voice in heaven. സ്വർഗത്തിലെ മഹാഘോഷമാണ് നാം ഇവിടെ രണ്ട് ഭാഗങ്ങളിലും കാണുന്നത്. 19:2, 19 വേഴ്സ് 2. മറ്റൊരാള് വായിക്കുക 16 വേഴ്സ് 7. രണ്ടുപേരായിട്ട് ഇത് വായിച്ചാട്ടെ. വേശ്യവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവ. And I heard the altar saying, Yes, Lord God the Almighty, true and just are your judgments. ഇവിടെയും ഒരേപോലെയുള്ള പ്രതിവാക്യങ്ങൾ, പ്രതിഗാനങ്ങൾ, ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയുകയാണ്. ഒരു ഒത്തുവാക്യം എന്ന നിലയിൽ ഈ ഭാഗങ്ങൾ ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ 17:1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിലും നാം കാണുകയുണ്ടായി. ഈ 19:2 നമ്മൾ വായിച്ചതുപോലെ തന്നെ 17:1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലാണല്ലോ പഠിച്ചത്. സോ 19 വേഴ്സ് 2 ഈസ് again repeated, or similar phrases and descriptions are there in even 17 verses 1 through 6. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം നാം കാണുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ കാരണങ്ങളും മറ്റുമാണ്. സ്തോത്രം. അപ്പം ആ നിലകളിൽ നാം ഈ ഭാഗങ്ങളെ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ, എനിക്ക് തോന്നുന്നു, ഒടുവിൽ സംശയ നിവാരണം വരുത്തിയിട്ടാണ് നമ്മൾ പിരിഞ്ഞതെന്ന്. എങ്കിൽ കൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതിൽ എന്തെങ്കിലും കൂടുതൽ വിശദീകരിക്കേണ്ട ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. പക്ഷേ നമ്മളിവിടെ ആമേൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം പറഞ്ഞു. നമ്മൾ ആദ്യം പഠിച്ച അതില് ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നത് പറഞ്ഞിരുന്നെങ്കിലും എനിക്കത് പഴയ നോട്ടിൽ നിന്ന് കിട്ടിയുമില്ല. അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഇത് രണ്ടുമായിട്ട് തമ്മിലുള്ള ബന്ധം. അവിടെ യേശുക്രിസ്തുവിന്റെ ആളത്വത്തെ കുറിച്ചാണ് ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമീൻ എന്നുള്ളത് നാം കണ്ടത്. ആ ഭാഗം കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ അയച്ചു തരാം. ആ ആമീനും ഈ ആമീനും തമ്മിൽ ഉള്ള ബന്ധം എന്ന് പറയുന്നത് അവിടെ യേശുക്രിസ്തുവിന്റെ ഒരു പേരായിട്ടാണ് പറയുന്നത്. ഇവിടെ ആമീൻ എന്ന് പറയുന്നത് നമ്മൾ, അതായത് ഈ എന്താണ് പറയുന്നത്, 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു ഒരു കൂട്ടർ ഏറ്റുപാടുമ്പോൾ ആമീൻ എന്ന മറ്റൊരു കൂട്ടർ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ പാടുന്നു. അതിന്റെ അർത്ഥം പൂർണ്ണ യോജിപ്പ് എന്ന അർത്ഥമാണെന്ന് നമ്മൾ കണ്ടല്ലോ. എന്നാൽ യേശുക്രിസ്തുവിന്റെ വിവിധ നാമങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ അവിടെ ആമീൻ എന്ന യേശുവിനെ കണ്ടത്. അത് ക്രിസ്തുവിന്റെ സമ്പൂർണതയെ,
the perfect nature of Christ. He is the final. എല്ലാറ്റിൻ്റെയും സമ്പൂർണത, എല്ലാറ്റിൻ്റെയും പരിപൂർണത, എല്ലാറ്റിൻ്റെയും അന്തിമമായത് എന്ന അർത്ഥത്തിലാണ് ക്രിസ്തുവിനെ അവിടെ ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമീൻ എന്ന നിലയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇവിടെ ആളത്വരൂപമല്ല. ഇവിടെ ഒരു സാധാരണ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ തന്നെ എന്ന് പറയുന്നു. പ്രാർത്ഥനയ്ക്ക് മാത്രമല്ലെന്ന് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ നിന്ന് കാണുകയുണ്ടായി. 5:22 ആദ്യമായിട്ട് ആമീൻ എന്ന പദം കാണുന്നതെന്നും അവിടെ പ്രാർത്ഥനയ്ക്കല്ല പ്രസ്താവനയ്ക്ക് ആമീൻ പറയുന്നു. അപ്പോൾ എ വേർഡ് ഓഫ് എഗ്രിമെന്റ്, എ വേർഡ് ഓഫ് ഒബീഡിയൻസ് എന്നൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇവിടുത്തെ ആമീൻ അതേ ഉള്ളൂ അർത്ഥം. എന്നാൽ മറ്റേത് യേശുക്രിസ്തുവിന്റെ പരിപൂർണത, സമ്പൂർണത, പെർഫെക്ഷൻ, പെർഫെക്റ്റ് പേഴ്സണാലിറ്റി, ഹി ഈസ് ദ ഫൈനൽ ഓഫ് എവ്രിതിങ് എന്ന അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു. ഓക്കെ. Yeah, Alleluia and Hallelujah. Hallelujah is Greek, Hebrew, and Alleluia is Greek. അവിടെയും അല്ലേലുയ എന്ന് എഴുതിയാലും ഞാൻ 2 ദിവസം മുൻപ് പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. ഗ്രീക്കിലെ ആൽഫ, ആദ്യത്തെ അക്ഷരം എ, അത് ഒരു വാക്കിന്റെ ആദ്യത്തിൽ വന്നാൽ ഹ ആയിട്ടാണ് വായിക്കുന്നത്. ഉദാഹരണത്തിന് പാപം, അതിന് ഹമാർട്ടിയ എന്നാണ് ഗ്രീക്ക്, ഹമാർട്ടിയ. പക്ഷേ ഹ എന്നൊരു പദം, ഒരു അക്ഷരം ഗ്രീക്കിൽ ഇല്ലാത്തത് കൊണ്ട് എയുടെ മുകളിൽ ഇടുന്ന ആ കുനിപ്പോ ചുനിപ്പോ അതനുസരിച്ചാണ് അതിന്റെ ഉച്ചാരണം വരുന്നത്. അതുകൊണ്ട് ഹല്ലേലുയ എന്ന എബ്രായ പദം ഗ്രീക്കിൽ അല്ലേലുയ എന്ന് എഴുതിയാലും സത്യത്തിൽ ഉച്ചാരണം ഹ തന്നെയാണ്. രണ്ടും ഒന്ന് തന്നെ. ഹല്ലേലുയ എന്നും വേണമെങ്കിൽ ആ നിലയിൽ പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ ഹ എന്ന് തന്നെ അതിന്റെ ഉച്ചാരണം. വർക്കിച്ചാൻ ചോദിച്ച ചോദ്യം ഏത് ഭാഗത്ത് നിന്നായിരുന്നു? റെഫറൻസ് ഒന്നും കൂടെ പറഞ്ഞേ അച്ഛാൻ. ഓക്കെ. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ. 3:40 ലവോദിക്യ സഭയുടെ. യെസ്, ലവോദിക്യ സഭയോടുള്ള ബന്ധം. ഓക്കെ. ഓക്കെ, മറ്റൊന്നും ഈ ഭാഗത്തു നിന്നില്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോ ഹല്ലേലൂയ ചാപ്റ്റർ, ഇവിടെ ഈ ഹല്ലേലൂയ എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള കാരണങ്ങൾ ഇവിടെ പറയും. നമുക്കൊന്നും കൂടെ 19 ആദ്യത്തെ വാക്യത്തിലേക്ക് വരാം.
അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. സ്തോത്രം. ഇവിടെ നാം കാണുന്നു എന്താണ് ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള കാരണം എന്ന്. നമ്മൾ പല പ്രാവശ്യത്തിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ അധികം വിശദീകരിക്കേണ്ടതില്ലെന്നാണ് ഞാൻ കരുതുന്നത്. യഹോവയെ സ്തുതിക്കുന്നു. യഹോവയെ സ്തുതിക്കുന്നതിനുള്ള അല്ലെ ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള കാരണം എന്താണ്? ദൈവത്തിന്റെ മഹത്വം. സ്തോത്രം. ദൈവ മഹത്വമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ യോഗ്യതയാണ് ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള കാരണം. The very person of God, the attributes of God and his works and judgments. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ യോഗ്യത, ദൈവത്തിന്റെ ആളത്വം, ദൈവത്തിന്റെ പ്രവർത്തികൾ, അതിൽ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ കണ്ട ഒരു കാര്യമായിരുന്നു ദൈവത്തിന്റെ ന്യായവിധികളും ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള കാരണമാണ്. ന്യായവിധികൾ. അപ്പോൾ നാം ഈ വാക്യത്തിൽ അതാണ് കാണുന്നത്. സ്തോത്രം. 2-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ചു പ്രതികാരം ചെയ്യുക കൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവ. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള കാരണം നമ്മൾ അതിൻ്റെ ആദ്യ വാക്യങ്ങൾ കണ്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ മുഖവുരയിൽ തന്നെ, ഈ അധ്യായത്തിന്റെ ഇൻട്രൊഡക്ഷൻ മുഖവുരയിൽ തന്നെ നമ്മൾ കണ്ടു. ആദ്യത്തെ വാക്യങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ന്യായവിധികളും ഹേതുവായിട്ടാണ്. മുഖവുരയിൽ തന്നെ നമ്മൾ ആ ഭാഗം വിഭജിച്ച് പഠിച്ചപ്പോൾ കണ്ടതായിരുന്നു. മുൻപോട്ടും ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, ഹല്ലേലൂയ പാടുന്നുണ്ട്. അതിന് വേറെ കാരണങ്ങളുണ്ട്. എന്നാൽ ഈ ആദ്യത്തെ ഭാഗത്ത് നാം കാണുന്നത് സ്വർഗത്തിൽ വലിയ പുരുഷാരത്തിന്റെ മഹാഘോഷം. അപ്പോൾ സ്വർഗത്തിലുള്ള കൂട്ടർ ആരൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആവർത്തിക്കുന്നില്ല. അതായത് രക്ഷിത ഗണമെല്ലാം ഇപ്പോൾ സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. അവർ ഒരുമിച്ച് പാടുകയാണ്. രക്ഷ, മഹത്വം, ശക്തി നമ്മുടെ ദൈവത്തിനുള്ളത്. ഇതെല്ലാം നമ്മൾ പറയുന്നത് ദ വെരി പേഴ്സൺ ഓഫ് ഗാഡ്. ദീസ് ആർ ദ ക്വാളിഫിക്കേഷൻസ് വിത്ത് വിച്ച് God is praised. ദൈവത്തെ സ്തുതിക്കുക. നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ, സ്തോത്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉപകാരങ്ങൾക്ക് വേണ്ടിയും ഉപഹാരങ്ങൾക്ക് വേണ്ടിയുമുള്ള നമ്മുടെ നന്ദി പ്രകടനമാണ്. ഉപകാരം ചെയ്തത്, ഉപഹാരം തന്നത്, അതിനുവേണ്ടിയുള്ള നമ്മുടെ നന്ദി പ്രകടനമാണ് സ്തോത്രം. Our gratitude for God, unto God
for what God has given us, what the Lord has done for us. This is thanksgiving. Thanksgiving. കഴിഞ്ഞിടയ്ക്ക് ഒരാള് പറയുന്നത് കേട്ടു, സ്തോത്രത്തെ പിരിച്ചെഴുതിയിട്ട് സ്തോ എന്ന് പറഞ്ഞാൽ സ്തുതി എന്നും ത്രം എന്ന് പറഞ്ഞാൽ ത്രിയേകത്വം എന്നുമാണ്. അങ്ങനെ അർത്ഥമൊന്നും ഇല്ല കേട്ടോ. ഒരു വേദിയിൽ ഒരാള് പറഞ്ഞതാ, താങ്ക്സ് ഗിവിങ് എന്നേ ഉള്ളൂ. അത് ഈ ചില വാക്കുകളൊക്കെ നമുക്ക് നമ്മുടെ ഭാഷയിൽ ഇങ്ങനെയൊക്കെ പിരിച്ചു പറയാനായിട്ട് കിട്ടും. ഇപ്പം ഉപവാസം എന്നുള്ളതിന് നമ്മുടെ ഇന്ത്യൻ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ഉപ അധികം വാസം, സംസ്കൃതത്തിൽ ഉൾപ്പെടെ നമുക്ക് അങ്ങനെ പറയാം. എന്നാൽ മറ്റു ഭാഷകളിൽ അങ്ങനെ കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഭാഷയിൽ വെച്ചുകൊണ്ട് പദങ്ങളെ നിർവചിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും അബദ്ധത്തിന് കാരണമാണ്. ഇവിടെയും അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഇതിനകത്ത് കേട്ടത്, കർത്താവ് തന്നെ പേടിച്ചു പോകും പല വ്യാഖ്യാനങ്ങളും കേൾക്കുമ്പോൾ. അതെ, ഇല്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് വ്യാഖ്യാന ശാസ്ത്രം പഠിക്കേണ്ടതായിട്ടുണ്ട്. റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ്. ദൈവവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുക. പക്ഷെ നമ്മുടെ വ്യാഖ്യാനത്തിലൊക്കെ ഭയങ്കര പാളിച്ചകളുണ്ട്. എന്ത് ചെയ്യാം? ജനത്തിനും ആ പാളിച്ചകളുടെ വ്യാഖ്യാനം കേട്ടെങ്കിലേ ആത്മാവ് വരൂ എന്നൊരു നിലയില്ല. അത് പാടില്ലാത്തതാണ്. അപ്പൊ സ്തോത്രം എന്ന് പറയുന്നത് അതിനകത്തിലെ ത്രം ത്രിയേകത്വത്തെ ഒന്നും കാണിക്കുന്നതല്ല. ത്രിയേകത്വത്തിലും ഒരു ത്രായുണ്ട്, സ്തോത്രത്തിലും ത്രായുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ആ രണ്ട് ത്രാകൾക്കും തമ്മിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്കും തമ്മിൽ ബന്ധമൊന്നുമില്ല. അപ്പൊ സ്തോത്രം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നതിനും നമുക്കായി ചെയ്തതിനും വേണ്ടിയുള്ള നമ്മുടെ നന്ദി പ്രകടനമാണ്. അതിലേറ്റവും അധികം സ്തോത്രം പറയേണ്ടത് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു എന്നതിനാണ്. പുത്രൻ തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു എന്നതിനാണ്. ഭൗതികമായിട്ടുള്ളതല്ല. ഭൗതികമായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതനുസരിച്ച് സ്തോത്രം പറഞ്ഞു, ഒരു കുഴപ്പമില്ല. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. തീർച്ചയായിട്ടും ഒന്നും മറക്കരുത്. ഏറെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിന് നാം സ്തോത്രം ചെയ്തു കൊള്ളണം. സ്തോത്രം. എന്നാൽ സ്തുതി, ഇവിടെ സ്തുതിയാണ്. ഹല്ലേലൂയ, സ്തുതി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, confessing what the being of God is. Confessing what the being of God is. So praise is confessing the being of God. It is for what God is. Praise അഥവാ സ്തുതി എന്ന് പറയുന്നത് ദൈവം ആയിരിക്കുന്നതിന് വേണ്ടിയാ. ദൈവം ചെയ്തതിന് വേണ്ടിയല്ല, തന്നതിന് വേണ്ടിയല്ല. സ്തുതി എന്ന് പറയുന്നത് സ്തോത്രം. ദൈവം എന്താണോ ദൈവത്തിന്റെ ആളത്വത്തിന് വേണ്ടിയാ സ്തോത്രം. ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ നാം ദൈവത്തെ സ്തുതിക്കും. ആ സ്തുതി രണ്ട് തരത്തിലുണ്ട്. നമ്മളത് 4-ാം അധ്യായം പഠിച്ചപ്പോഴും പഠിച്ചിരുന്നു. 4-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 4 ജീവികൾ, 4 creatures, they shout unto the Lord
യു ആർ ഹോലി, ഹോലി, ഹോലി. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും 8 തൊട്ടുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്, യു ആർ വർതി, യു ആർ വർതി. ഇവിടെയെല്ലാം എന്താ? പ്രൈസിന്റെ, സ്തുതിയുടെ ഒന്നാമത്തെ ഭാഗം എന്താണ്? ദൈവത്തോട് തന്നെ ദൈവത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുക. ദൈവത്തോട് തന്നെ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുക. ഇതാണ് പ്രൈസ്. സ്തുതി എന്നുള്ളത് ദൈവത്തെക്കുറിച്ച് ദൈവത്തോട് തന്നെ പറയുന്നതാണ്. അതിനെ ഒരു പദം കൂടെ കൂട്ടിച്ചേർത്താൽ പുകഴ്ത്തി പറയുന്നത്. രണ്ടാമതൊരു ഭാഗമുണ്ട്, അത് നമ്മൾ വ്യക്തതയോടെ കാണുന്നതും നേരത്തെ കണ്ടിട്ടുള്ളതുമാണ്, ആവർത്തിക്കുന്നതേ ഉള്ളത് ഈ ഭാഗത്ത്. യെശയ്യാ 6:3, ഐശയ്യാ 6:3, their seraphims, they also shout that the Lord God of hosts is holy, holy, holy. But is this shout unto the Lord? No. This is, they are telling one to another. This is the second aspect of praising. The same thing, praising, exalting God, speaking about God, but not to God, but one another. വെളിപ്പാട് 4:8 കണ്ടതുപോലെ തന്നെ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രകീർത്തിക്കുകയാണ് യെശയ്യാ 6-ാം അധ്യായത്തിൽ. പക്ഷെ ഒരു വ്യത്യാസം, വെളിപ്പാട് 4 ദൈവത്തോട് ദൈവം ആരാണെന്ന് പ്രശംസിച്ചു പറയുമ്പോൾ, യെശയ്യാ 6 ദൈവത്തോടല്ല പറയുന്നത്, ദൈവത്തെ കുറിച്ച് തമ്മിലാണ് പറയുന്നത്. ഈ 2 രീതിയിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദ ലോർഡ്, അത് നമുക്ക് 2 രീതിയിലുമാകാം. എങ്ങനെയൊക്കെ? വെളിപ്പാട് 4-ാം അധ്യായത്തിലെ പോലെയോ യെശയ്യാ 6-ാം അധ്യായത്തിലെ പോലെയോ. ദൈവത്തോട് നേരിട്ട് ദൈവം ആരാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടും, നാം തമ്മിൽ ദൈവം ആരാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടും ദൈവത്തെ സ്തുതിക്കാം. അതാണ് ഇവിടുത്തെ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യഹോവയെ സ്തുതിപ്പീൻ. നമ്മുടെ ദൈവം എത്ര വലിയവൻ, പരിശുദ്ധൻ, നിത്യൻ എന്നൊക്കെ ദൈവത്തോട് ദൈവത്തെക്കുറിച്ച് പറയാം, മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയാം. ഇത് രണ്ടും സ്തുതിയിൽപ്പെടുന്നതാണ്. അതാണ് നാം ഇവിടെ കാണുന്നത്. അതിനുള്ള കാരണം നമ്മൾ കണ്ടു, ദൈവത്തിന്റെ മഹത്വം തന്നെ. അതിന് നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. As we know God more and more, we will praise Him more and more. A good knowledge of God will grow us in worshiping Him properly. ദൈവീക പരിജ്ഞാനത്തിൽ നാം വളരുന്നത് ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നതിലും നമ്മെ വളർത്തും. മനസ്സിലായോ? ദൈവീക പരിജ്ഞാനം നമുക്ക് ലഭിക്കും തോറും നമ്മൾ ദൈവത്തെ കൂടുതൽ ആരാധിക്കും.
അല്ലെങ്കിൽ ആരാധനയിൽ നമ്മൾ കൂടുതൽ ആരാധിക്കും എന്നുള്ളതല്ല, ആരാധനയിൽ നമ്മെ വളർത്തും. അപ്പോൾ ദൈവത്തെ നാം കൂടുതൽ സ്നേഹിക്കും. നമ്മൾ ദൈവത്തെ കൂടുതൽ ബഹുമാനിക്കും, ആദരിക്കും. As we know God, we will praise Him more and more, love Him more and more, worship Him more and more, revere Him more and more. It happens. അതിന് ദൈവിക പരിജ്ഞാനം നമുക്ക് ആവശ്യമുണ്ട്. സ്തോത്രം. എന്നാൽ നമ്മുടെ ഇടയിലൊക്കെ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞുള്ള സ്തുതികളെക്കാൾ നമുക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും, എന്ത് തരും എന്നൊക്കെയുള്ള ബോധ്യമെന്നൊന്നും അതിനെ പറയാൻ പറ്റത്തില്ല. ഒരു ഒരു പെരിഫറൽ ആയിട്ടുള്ള ഉപരിപ്ലവമായ ഒരു സംഗതിയാണ് നമ്മുടെ ഇടയിലൊക്കെ ആരാധനയിലേക്ക് നയിക്കാറുള്ളത്. ദൈവം ആരാണെന്നുള്ള ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഉള്ള ആരാധനയിലേക്ക് നമ്മെ നയിക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ മറക്കും. എനിക്കല്ലോ ഉണ്ടോ ഇല്ലയോ, ചോദിച്ചത് കിട്ടിയോ, ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടോ, ഇതൊന്നും അങ്ങനെയുള്ളവർക്ക് ബാധകമായിരിക്കില്ല. ഒരൊറ്റ കാര്യമേ നോക്കത്തുള്ളൂ. Who my God is. I should give him what he deserves. ദൈവത്തിന് അർഹമായത് കൊടുക്കണം. ദൈവത്തിന് അർഹമായത് എന്ന് പറയുന്നത് മഹത്വമാണ്. ഇവിടെ അതാണ് പറയുന്നത്. രക്ഷ, മഹത്വം, ശക്തി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 4-ാമത്തെ അധ്യായത്തിലും 5-ാമത്തെ അധ്യായത്തിലും 15-ാമത്തെ അധ്യായത്തിലുമൊക്കെ നാം ഈ പദങ്ങളുടെ വിശ്ലേഷണങ്ങൾ, ആ പദങ്ങളെ എടുത്ത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിനിവിടെ മുതിരുന്നില്ല. ഓർമ്മ കാണുമല്ലോ. സ്തോത്രം. All these things, here we have 3 things. Salvation, glory. Glory ആണോ majesty ആണോ കൊടുത്തേക്കുന്നത് ഇംഗ്ലീഷിൽ? Glory and power. Okay, glory and power. മറ്റു പല ഭാഗങ്ങളിൽ അതിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. All these belong to God. 5-ാം അധ്യായത്തിലാണ് അതിന്റെ കൂടുതൽ വിശദീകരണം നമ്മൾ കണ്ടത്. സ്തോത്രം. രക്ഷിക്കുവാൻ ശക്തൻ ദൈവം മാത്രം. മഹത്വസമ്പൂർണനായവൻ ദൈവം മാത്രം. സ്തോത്രം. അത് നമ്മൾ തിരിച്ചറിയുക. ശക്തി, സർവശക്തനായവൻ, സകല ശക്തികളുടെയും ഉറവിടം നമ്മുടെ ദൈവം മാത്രം. അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളെ ഭയങ്ങൾ മാറും, നമ്മുടെ ആശങ്കകൾ മാറും. നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഒരുങ്ങും. Yeah, after this I heard what sounded like a mighty shout of a great crowd in heaven, exclaiming, Hallelujah, salvation and glory. Glory means splendor and majesty, and power means dominion and authority,
belong to our God. ഈ പവർ എന്നുള്ളതിന് രണ്ട് പ്രധാന അർത്ഥങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അർത്ഥം അധികാരം, ആധിപത്യം എന്നൊക്കെ ഉള്ളതാണ്. എന്നാൽ നമ്മുടെ ഇടയിൽ കൂടുതലും പവർ ഫയറിനോട് ചേർത്താ കേൾക്കുന്നത്, അല്ലേ? പവർ പവർ പവർ, ഫയർ 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 എന്ന്. സ്തോത്രം. ദൈവം സർവശക്തനായിരിക്കുമ്പോൾ തന്നെ സർവാധിപതിയുമാണ്. സ്തോത്രം. ഡൊമീനിയൻ. സാൽവേഷൻ, രക്ഷ, മഹത്വം, ശക്തി, അധികാരം, ആധിപത്യം, ഇതെല്ലാം നമ്മുടെ ദൈവത്തിന് മാത്രം. വെറുതെ ഹല്ലേലൂയ പറയുന്നതല്ല ഹല്ലേലൂയ. മനസ്സിലായോ? ഹല്ലേലൂയ ഈസ് നോട്ട് ജസ്റ്റ് ഷൗട്ടിങ് ഹല്ലേലൂയ, ബട്ട് അക്നോളജിങ് the very reason for hallelujah. ഹല്ലേലൂയ എന്ന് വെറുതെ ഉദ്ഘോഷിക്കുന്നതല്ല, പാടുന്നതോ പറയുന്നതോ അല്ല ഹല്ലേലൂയ. അർത്ഥം അറിയാമല്ലോ. ഹല്ലേൽ അധികം യാഹ്. യാഹ് എന്ന ദൈവത്തിനെ സ്തുതിക്കുക. അപ്പൊ യഹോവയായ ദൈവം മാത്രമാണ് രക്ഷയ്ക്കും മഹത്വത്തിനും ശക്തി അല്ലെങ്കിൽ ആധിപത്യത്തിനുമൊക്കെ യോഗ്യൻ. ഇവയെല്ലാം ഈ യാഹ് എന്ന ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടെ ദൈവത്തോട് പറയുകയോ ഈ കാര്യം നമ്മൾ തമ്മിൽ പറയുകയോ ഒക്കെ ചെയ്യുന്നതാണെന്ത് ഹല്ലേലൂയയുടെ ശരിയായ അർത്ഥം. യഹോവയെ സ്തുതിക്കുന്നത് അങ്ങനെയാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്, നിർബന്ധിച്ചല്ല ഈ ഹല്ലേലൂയയും സ്തുതിയും സ്തോത്രവും പറയിപ്പിക്കേണ്ടത്. ഒരുവൻ ദൈവമഹത്വത്തെ തിരിച്ചറിയുക, എന്നിട്ട് ദൈവത്തിന് യോഗ്യമായ മഹത്വമർപ്പിക്കുക, സ്തുതിക്കുക. ഇതാണ് വേണ്ടത്. സ്തോത്രം. രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള കാരണം, ഹല്ലേലൂയയുടെ കാരണം, the judgment he made over or he done over the enemies of God. ദൈവത്തിന്റെ ശത്രുക്കളുടെ മേൽ ദൈവം നടത്തിയ ന്യായവിധികൾ നിമിത്തം ദൈവത്തെ സ്തുതിക്കുന്നു. ആ ന്യായവിധി എന്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു? ദൈവത്തിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളതെന്ന്. Again, God is true and righteous, and he has proven his righteousness and his truthfulness by judging this Babylon the Great. യഹോവയെ സ്തുതിക്കാനുള്ള രണ്ടാമത്തെ കാരണമായിട്ട് ഈ രണ്ടാമത്തെ വാക്യം പറയുന്നത്, ദൈവം സത്യവാനും നീതിമാനുമാണ്. എങ്ങനെയാണ് ദൈവത്തിന്റെ സത്യവും നീതിയും വെളിപ്പെട്ടിരിക്കുന്നത്? മഹതിയാം ബാബിലോണിനെ നീതിയോടെ ന്യായം വിധിച്ചതിനാൽ. നീതി എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അർഹിക്കുന്നത് കൊടുക്കുക എന്നാണ് നീതിയുടെ അർത്ഥം. ഗിവിങ് വാട്ട്
rightfully deserves. That is the meaning of righteousness, yeah, justice. അർഹിക്കുന്നത്, തക്കതായത് കൊടുക്കുക, തക്കതുപോലെ ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ ഈ മഹദിയാം ബാബിലോണിനോട് ദൈവം അവൾക്ക് അർഹമായത് ചെയ്തു. അതിലൂടെയാണ് ദൈവം നീതിമാനാണെന്ന് വെളിപ്പെട്ടത്. അത് ദൈവത്തെ സ്തുതിക്കുന്നതിന് കാരണമാണ്. അങ്ങനെ ദൈവത്തിന്റെ നീതി ഏറ്റവും അധികമായി വെളിപ്പെട്ട സ്ഥലം ഓർമ്മ കാണും നിങ്ങൾക്ക്. ക്രോസ്, കാൽവറി ക്രൂശാണ്. റോമാലേഖനം 3-ാം അധ്യായം 24 മുതൽ നമ്മൾ പല പ്രാവശ്യം അത് വായിച്ചിട്ടുണ്ട്. ദൈവം തന്റെ നീതി പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. അവിടെ നീതി പ്രദർശിപ്പിച്ചത്, അല്ലെങ്കിൽ ദൈവം ന്യായം വിധിച്ചത് പാപത്തെയാണ്. പാപത്തിന് തക്കതായ ശിക്ഷ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ കൊടുത്തതുകൊണ്ട് ദൈവം നീതിമാനെന്ന് അവിടെ തെളിയിച്ചു. സ്തോത്രം. 2 കാര്യങ്ങൾ അവിടെ തെളിയിച്ചു. ഒന്ന്, ദൈവം നീതിമാനാണെന്ന്. മറ്റൊന്ന്, അഭക്തനെ വിശ്വാസത്താൽ നീതീകരിക്കുന്നവനാണെന്നും. ഇത് രണ്ടും ഒരുപോലെ ക്രൂശിൽ ദൈവം തെളിയിച്ചു. പാപം ആളത്വമില്ലാത്ത ഒരു സംഗതിയാണ്. സിൻ ഹാസ് നോ പേഴ്സണാലിറ്റി, and therefore God put them in a person rather in the physical person, and by punishing him, God was punishing the sin of man. പാപം ആളത്വരഹിതമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് അവ മുഴുവനും ആളത്വരൂപത്തിലുള്ള ഒരുവനിലേക്ക് ചുമത്തി, യേശുവിന്റെ ജഡശരീരത്തിൽ ചുമത്തി. എന്നിട്ട് ആ ശരീരത്തിന് ശിക്ഷ വിധിച്ചുകൊണ്ട് ആ ശരീരത്തിലൂടെ പാപത്തിന് ശിക്ഷ വിധിച്ചു. അതിലൂടെ പാപത്തെ ശിക്ഷിക്കാതെ വിടാഞ്ഞതുകൊണ്ട്, അഥവാ പാപത്തെ ശിക്ഷിച്ചതുകൊണ്ട് ദൈവം നീതിമാനാണെന്ന് തെളിയിച്ചു. മാത്രമല്ല, ഒരു കാര്യം കൂടെ തെളിയിച്ചു. പാപത്തെ ശിക്ഷിച്ചതുകൊണ്ട് ആ ശിക്ഷ ഏറ്റെടുത്ത ദൈവകുമാരനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സൗജന്യമായി നീതീകരിക്കുന്നവനും കൂടെയാണ് ദൈവം എന്ന് തെളിയിച്ചു. അതാണ് റോമർ 3-ന്റെ 24, 25, 26 വാക്യങ്ങളിൽ സ്തോത്രം നാം കാണുന്നത്. ദൈവം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. സ്തോത്രം. അതും കൂടെ പൗലോസ് എഴുതിയിട്ടുണ്ട്. തന്നിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനെന്ന്. സ്തോത്രം. സൗജന്യമായി നീതീകരിക്കുന്നവനെന്ന് കാണിപ്പാൻ. സ്തോത്രം. ആ വലിയ ദൈവിക വെളിപ്പാടിനായി, ദൈവത്തിന്റെ നീതിക്കായി സ്തോത്രം. ആ നീതിയുടെ വെളിപ്പാടും അവൻ സത്യവാനായതും ദൈവത്തെ സ്തുതിക്കുന്നതിന് കാരണമാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഹല്ലേലൂയ യഹോവയെ സ്തുതിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്. സ്തോത്രം. നമ്മെ തന്നെ യഥാർത്ഥമായും ദൈവത്തെ സ്തുതിക്കുന്നതിനായി നമുക്ക് സമർപ്പിക്കുകയും ദൈവമഹത്വത്തെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ആയുസ്സിനെ, നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കുകയും എത്രയും പെട്ടെന്ന് നമ്മുടെ കർത്താവിനെ നേരിൽ കണ്ട് അവന്റെ പാദങ്ങളിൽ വീണ് കിടക്കാനുള്ള പ്രത്യാശയോടെ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാം, മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.